Pas de soleil, pas de soleil, pas de soleil, Maida. Pas de soleil, pas de soleil, pas de soleil, Maida. Wow. Welcome to Bake Chef Creation. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാനില ജനുവ സ്പോഞ്ച്. 3 മുട്ട കൊണ്ട് നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം here is the recipe. Let's go to Bake Chef. അപ്പം ആദ്യമേ തന്നെ ജിനുവ വാനില ഇറ്റാലിയൻ കേക്ക്, അതായത് സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുശേഷം മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ വാട്ടർ ബാത്തിലാണ് ബേക്ക് ചെയ്യുന്നത്. സോ വെള്ളവും ആ കൂട്ടത്തിൽ തന്നെ വെക്കണം. ഇപ്പോൾ നിങ്ങളുടെ OTG ഓവൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്ടർ ബാത്ത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്കത് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എഗ്ഗ് വിപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ എഗ്ഗ് വിപ്പ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിനോട് ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനൊരു പാത്രത്തിൽ ഇപ്പോൾ തന്നെ വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട്. കാരണം അത് ബോയിലായി തുടങ്ങി. അതിൻ്റെ മുകളിൽ വെച്ച് വേണം നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ജിനുവയ്ക്ക് വേണ്ടി നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് 1/2 കപ്പ് ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഓഫ് വാനില എസൻസ്. ഇത് 3 ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ എഗ്ഗ് മിക്സ് ആയി കഴിയുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന ബോയിലിംഗ് വാട്ടർ മുകളിൽ വെച്ച് നമുക്ക് 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ആ സംഭവം ഫുള്ള് ഓംപ്ലേറ്റ് പോലെ ആയിപ്പോവും. അപ്പോൾ എന്നെ ആരും കുറ്റം പറയരുത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ കൈയൊക്കെ മടുത്തെന്നൊക്കെ വരും. എന്നാലും വിടരുത്. 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നേരെ വിപ്പിംഗ് മെഷീനിലോട്ട് പോകുന്നത്. നിങ്ങളുടെ ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് ഈ സമയത്ത് വിപ്പ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റാണ് നമ്മൾ വിപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലോട്ട് 3/4 കപ്പ് മൈദ, ഇത് 1/2 കപ്പ് ഉള്ളൂ, 1/4 കപ്പിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ലംസ് ഉള്ള മൈദയാണ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അരിച്ചതിന് ശേഷം മാത്രം ഇടാനുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് പാലാണ് നമുക്കിനി ആഡ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ റെസിപ്പിയിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല. ബട്ടർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഇറ്റാലിയൻ വാനില സ്പോഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി മോൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ മോൾഡാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ഈ സ്പോഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ടാപ്പ് ചെയ്യരുത്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താ, ഇതങ്ങോട്ട് താന്നു പോകും ഈ സ്പോഞ്ച്. കാരണം ഇതിൻ്റെ അകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നുമില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ഓവനിലോട്ട് പോകണം. നമ്മുടെ വാട്ടർ ബാത്ത് വെച്ചാണ് ബേക്ക് എന്ന് പറഞ്ഞത്. 340 ഫാരൻഹൈറ്റും അതുപോലെ 170 ഡിഗ്രി സെൽഷ്യസിലും നമുക്ക് ആണ് ബേക്ക് ചെയ്യേണ്ടത്. ഏകദേശം 1 മണിക്കൂർ കൃത്യം നമുക്ക് ഈ സ്പോഞ്ച് ബേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ്ലി സെറ്റപ്പ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ എങ്ങനെയാണ് ബേക്ക് ആവുന്നതിലേക്ക് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സെറ്റപ്പായിട്ടാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്നത്. 170 ഡിഗ്രി കൃത്യം 1 മണിക്കൂർ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ചാണിത്. അപ്പം 3 മുട്ട മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സ്പോഞ്ച് നമ്മൾ ഉപയോഗിച്ചുള്ളൂ. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് 1 കിലോ കേക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് സ്പോഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഒരു കിടുക്കാച്ചി വാനില സ്പോഞ്ച് 3 മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള വേയിലാണ് നമ്മളിന്ന് വാനില സ്പോഞ്ച് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, വേറെ വാനില സ്പോഞ്ച് നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ഇൻ ദി ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ BSc ഫാമിലി എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് ഫോറം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഫോളോ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.